ഹായ് ഫ്രണ്ട്സ്, ഡേ ഫോർ എവരി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നമ്മുടെ മാഗി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറമ്പിലേക്കൊന്ന് പച്ചക്കറി കുറച്ച് വളം ചേർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നായ്ക്കുട്ടികളെ ഞാൻ പറമ്പിലവിടെ കെട്ടി വെച്ചിരിക്കുക. അല്ലെങ്കിൽ പച്ചക്കറിയുടെ ഉള്ളിൽ കൂടെ ഓടിക്കളിച്ച് അവരതൊക്കെ കേടുവരുത്തുന്നുള്ള ഇത് കാരണം അവർ പറമ്പിലിടയ്ക്ക് പോയി കെട്ടിയിടാറുണ്ട്. പിന്നെ വീടിൻ്റെ പരിസരത്ത് അവരെ അഴിച്ചിടും. നമ്മുടെ മാഗി ഇതേ ഷെയ്ക്കൻ്റെ ഒക്കെ എനിക്ക് തരാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ അവളുടെ അടുത്ത് കളിക്കാൻ ചെല്ലുക എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോൾ കണ്ടാലും അവളെനിക്ക് ഷെയ്ക്കൻ്റെ തരും. നല്ല മോളാണ് കേട്ടോ നമ്മുടെ മാഗിക്കുട്ടി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വളം ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടോമീനി ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ട്. അവളെ ഒറ്റയ്ക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കമ്പോസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറേശ്ശെ അന്ന് വഴുതനങ്ങ ചെടികൾ വെച്ചതിലൊക്കെ കുറേശ്ശെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട സമയമായി. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ചെടികൾ വെച്ചിട്ട്. അപ്പോൾ അന്ന് ഞാൻ ചേർത്തപ്പോൾ ഒന്നും ഞാൻ ചേർത്തിരുന്നില്ല, വെറുതെ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അതൊന്ന് പിടിച്ചു വരാനായിട്ട്. ആദ്യം തന്നെ ഞാൻ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുഞ്ഞേ ചെടികളായതുകൊണ്ട് ഒരു ചിരട്ട അത്ര എനിക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഒരു ചിരട്ട കമ്പോസ്റ്റ് അത്ര മതിയാവും. അപ്പോൾ അത് കട തൊടാതെ ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്, പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, പിന്നെ സ്ലറി ഒഴിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ 3 വളവും ഞാൻ മാറി മാറി ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് 15 ദിവസം കൂടുമ്പോഴാണ് ഞാൻ വളം ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ വളം ചേർക്കലാണ്. ആദ്യം ഞാൻ വെറുതെ വെച്ച് പോവുകയാണ് ചെയ്തത്. ഇടയ്ക്ക് അങ്ങനെയും ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഞാൻ വളം മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ചെയ്തു. കാരണം ഞാൻ ചെടി വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ കമ്പോസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ മണ്ണിൽ കുറച്ച് കമ്പോസ്റ്റ് പേരിനെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ കാരണം അത് പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറേശ്ശെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്ത് മണ്ണ് അതിനോട് കൂടി അടുപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കടയിൽ മണ്ണുണ്ടാവും. പിന്നെ സൈഡിൽ ഇങ്ങനെ ചാല് പോലെ ആവുമ്പോൾ വെള്ളം ഒഴിക്കാനും സുഖമാണ്. വെള്ളം പുറത്തേക്ക് ഒലിച്ച് പോവില്ല. അപ്പോൾ അതിന് നല്ല തണുപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കടയിൽ അതിന് സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ അതാണ്, ചെറിയ പണിയാണെന്നുള്ളൂ. അപ്പോൾ അത്തെ കുറച്ച് അന്ന് വെണ്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ വലിയ വെണ്ടക്കായ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആനക്കൊമ്പൻ വെണ്ട എന്ന് പറയുന്നത് അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനും കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിപ്പോൾ കഴിഞ്ഞാൽ ഞാൻ നാടൻ വെണ്ടയുടെ തൈക്കളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് നല്ല വ്യത്യാസമുണ്ട്. ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഇലയിൽ വ്യത്യാസമുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയാണെങ്കിലും നാടൻ വെണ്ടയാണെങ്കിലും 2 ചെടികളും നല്ല വ്യത്യാസമുണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഇത് വളമിട്ട് കൊടുത്തിട്ട് വേണം അത് നടാനായിട്ട് എനിക്ക്. അത് നടുമ്പോൾ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് കുഴി കുത്തിയിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്രാവശ്യം കൃഷി ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ഇതാണ് എൻ്റെ നാടൻ വെണ്ടയ്ക്കയാണ്. നാടൻ വെണ്ടയുടെ ചെടിയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഒന്ന് കുഴി കുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് വെറുതെ മണ്ണിട്ടു അങ്ങനെ വെള്ളം ഒഴിച്ച് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാതരം പച്ചക്കറിയും ഈ പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടതൊക്കെ. നിങ്ങളും എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അതുവരേക്കും അടുത്ത വീഡിയോ വരയ്ക്കും എല്ലാവരോടും ഒരുപാട് നന്ദി. ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. എന്നും നനയ്ക്കണം. വളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നും നനയ്ക്കണം. എന്നും കാലത്ത് ഞാൻ പോയി നനയ്ക്കാറുണ്ട്. സൂര്യൻ ഉദിച്ച് വെയിലാവുമ്പോഴത്തേക്കും നനയൊക്കെ കഴിയും. ശരി, അപ്പോൾ താങ്ക് യു.